ജാർഖണ്ഡിൽ ഭരണകക്ഷിയായ ജാർഖണ്ഡ് മുക്തി മോർച്ച NDAയുടെ ഭാഗമാകുമെന്ന് റിപ്പോർട്ട്. മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഭാര്യയും MLAയുമായ കൽപ്പന സോറനും ഡൽഹി യാത്രയിൽ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. എന്നാൽ ഇത് സംബന്ധിച്ച് JMM BJP നേതാക്കൾ ഔദ്യോഗിക പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ജാർഖണ്ഡിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണ്. വരുന്ന വാർത്തകൾ, വിവരങ്ങൾ എന്തെല്ലാം? നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജാർഖണ്ഡിൽ JMM ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള JMM BJPയുമായി NDAയുമായി ചേരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തുവരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ബീഹാർ ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും JMMന് മറ്റ് സംസ്ഥാനങ്ങളെ അത്രയും ചെറിയ കക്ഷിയാണെങ്കിൽ പോലും യാതൊരു തരത്തിലും മത്സരിക്കാനുള്ള അവസരം നൽകുകയോ ബീഹാറിൽ ഇന്ത്യ മുന്നണി സീറ്റ് ചർച്ചകളിൽ പോലും JMMന് കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുകയോ ചെയ്യാത്തതിനാൽ ബീഹാറിൽ നിന്ന് JMM മത്സരത്തിൽ നിന്ന് പിറകോട്ട് പോയിരുന്നു. അത്തരത്തിൽ ചില കാരണങ്ങളാൽ ND സഖ്യം വിട്ടുകൊണ്ട് NDAയ്ക്കൊപ്പം ചേരാൻ ഹേമന്ത് സോറനും JMMും തീരുമാനിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ജാർഖണ്ഡിൽ നിന്ന് പുറത്തു വരുന്നത്. അത്തരത്തിലൊരു വലിയ രാഷ്ട്രീയ നീക്കം ജാർഖണ്ഡിൽ നടക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു. പക്ഷേ ഹേമന്ത് സോറനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ BJPയോ ഈ വാർത്തകളോട് ഇതുവരെ പ്രതികരിക്കുകയോ അത്തരം ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. പക്ഷേ ഇന്ത്യ മുന്നണി നേതാക്കൾ ഇതിനോടകം വലിയ പ്രതികരണം നടത്തിയിട്ടുണ്ട്. കാരണം പ്രതിപക്ഷ സഖ്യം തകർന്നു എന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് കോൺഗ്രസ് വക്താവ് രാകേഷ് സിൻഹ പ്രതികരിച്ചിട്ടുള്ളത്. JMM അത്തരത്തിൽ സഖ്യം വിടാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ളതാണ് രാകേഷ് സിൻഹ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ നിലവിൽ ഹേമന്ത് സോറൻ BJP നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം അവിടെ BJP കാഴ്ചവെച്ചിരുന്നു. 34 സീറ്റുകളാണ് ഹേമന്ത് സോറന്റെ JMM ജാർഖണ്ഡിൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചത്. 21 സീറ്റുകൾ BJPയും നേടിയിരുന്നു. അവിടെ കോൺഗ്രസിന് കാര്യമായിട്ടുള്ള പ്രകടനം കഴിഞ്ഞ തവണ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താണ് ബീഹാറിന്റെ ജാർഖണ്ഡിലെ അടുത്ത രാഷ്ട്രീയ നീക്കങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഡൽഹി യാത്രയിൽ ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നീലിമ, ഏതായാലും ജാർഖണ്ഡിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് ചില സാധ്യതകൾ തെളിഞ്ഞു വരികയാണ്. ഭരണകക്ഷിയായ ജാർഖണ്ഡ് മുക്തി മോർച്ച NDAയുടെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ട്. പക്ഷേ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. JMM നേതാക്കളോ BJP നേതാക്കളോ ഔദ്യോഗിക പ്രതികരണം ഒന്നും ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ ജാർഖണ്ഡ് വലിയൊരു മാറ്റത്തിലേക്ക് പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.